ഹായ് ഓൾ. ഇന്ന് ഇഗ്നോ യാത്രയിൽ നമ്മൾ കവർ ചെയ്യുന്നത് കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിൽ വരുന്ന കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഇഗ്നോ സ്റ്റഡി സെന്ററായ സെന്റ് തോമസ് കോളേജ് പാലയാണ്. കോട്ടയത്ത് നിന്ന് പാലാ റൂട്ടിൽ പോകുന്ന ഏതൊരു ബസ്സിൽ കയറിയാലും 35 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കോളേജിന്റെ മുന്നിൽ ഇറക്കി തരുന്നതായിരിക്കും. പാലയിൽ നിന്ന് കയറുന്നവർക്ക് മിനിമം ചാർജിൽ കോളേജിന്റെ മുന്നിൽ ഇറങ്ങാവുന്നതുമാണ്. കാറും ബൈക്കും എല്ലാം എടുത്ത് കോളേജിലേക്ക് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾക്ക് ഗേറ്റ് 1 എന്തായാലും കയറാൻ സാധിക്കില്ല. കാരണം ഗേറ്റ് 1 നടക്കാനുള്ള വഴിയാണ്. ഗേറ്റ് 2 എന്ന് പറയുന്നതാണ് കോളേജിലേക്കുള്ള റോഡ്. വണ്ടി കയറ്റുന്നതിനായിട്ട് എല്ലാവരും ഗേറ്റ് 2ലേക്ക് എത്തുക. കോളേജിലേക്ക് എത്തുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് വരിക. അത് കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഗേറ്റ് 1 ഏതാണ് ഗേറ്റ് 2 ഏതാണെന്നുള്ളത്. ഗേറ്റ് 1 നമുക്ക് നടന്ന് മാത്രമേ കോളേജിലേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. ഗേറ്റ് 2 കയറുന്നവർക്ക് വണ്ടി അക്കാഡമിക് ബ്ലോക്കിന്റെ തൊട്ടടുത്ത് വരെ കൊണ്ടുവന്ന് നിർത്തിയിടാവുന്നതാണ്. ഗേറ്റ് 1 കയറുന്നവർ നേരെ നടന്ന് കയറുന്നത് തന്നെ പ്രധാനപ്പെട്ട A, B തുടങ്ങിയ ബ്ലോക്കുകളിലേക്കാണ്. വണ്ടി അകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കോളേജ് ഒരുക്കിയിട്ടുണ്ട്. പരീക്ഷ എഴുതാൻ വരുന്നവർക്കും വിദ്യാർത്ഥികൾക്കും ഒക്കെ ഒരുപോലെ വണ്ടി അകത്ത് പാർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ കോളേജിലേക്ക് നടന്നു കയറുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് വോളിബോൾ കോർട്ടുകളും അതുപോലെ പൂന്തോട്ടവും എല്ലാം തന്നെ അലങ്കരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒരുപാട് പഴക്കമുള്ള അത്യാവശ്യം ചരിത്രമെല്ലാം തന്നെ പറയാനുള്ള ഒരു കോളേജ് കൂടിയാണ് സെന്റ് തോമസ് കോളേജ് പാല. വോളിബോളിന് പേര് കേട്ട കോളേജ് കൂടിയാണ് ഈ കോളേജ്. നമ്മളങ്ങനെ നടന്നു കയറുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള സൈൻ ബോർഡുകളും അതുപോലെ തന്നെ നമുക്ക് പല കോളേജുകളിലും കാണാൻ സാധിച്ചിട്ടുള്ള മാപ്പും ഇവിടെ കാണാൻ സാധിക്കും. മാപ്പിൽ തന്നെ QR കോഡ് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവേണ്ട ബ്ലോക്കുകൾ ഏതാണെന്നുള്ളത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വഴി നമുക്ക് ഫോണിൽ കാണാൻ സാധിക്കും. ഈ മാപ്പ് നോക്കുമ്പോൾ തന്നെ ക്ലിയർ ആണ്. നമുക്ക് പോകാനുള്ള ഇഗ്നോ സ്റ്റഡി സെന്ററിന്റെ ഓഫീസ് എന്ന് പറയുന്നത് B ബ്ലോക്കിലായിട്ടാണ് വരുന്നത്. അപ്പോൾ മാപ്പിൽ B ബ്ലോക്ക് നോക്കി നമ്മൾ നടക്കുകയാണ്. മാപ്പിൽ തന്നെ കാണാം, നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് B ബ്ലോക്ക് വരുന്നത്. നേരെ കാണുന്ന A ബ്ലോക്ക് ആണ്, അവിടെയല്ല ഇഗ്നോന്റെ ഓഫീസ് ഉള്ളത്, B ബ്ലോക്കിലായിട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് B ബ്ലോക്കിലേക്ക് കടക്കാം. ഈ നേരെ കാണുന്നതാണ് A ബ്ലോക്ക്. ഇവിടേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല, നമുക്ക് നേരെ റൈറ്റ് തിരിഞ്ഞിട്ട് അങ്ങോട്ട് പോവാം, B ബ്ലോക്കിലേക്ക് പോവാം. B ബ്ലോക്കിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരെ കാണുമ്പോൾ നമുക്ക് തോന്നും അതാണ് ഗ്രൗണ്ട് ഫ്ലോർ എന്നുള്ളത്. പക്ഷെ അതല്ല, നമ്മൾ നേരെ കാണുന്നത് ഫസ്റ്റ് ഫ്ലോർ ആണ്. അതിന്റെ താഴേക്കുള്ള ഒരു ഫ്ലോർ ആണ് ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് വരുന്നത്. B ബ്ലോക്കിന്റെ തൊട്ട് പുറത്ത് തന്നെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. അപ്പൊ അതിൽ കൃത്യമായിട്ട് ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും ഒക്കെ ആയിട്ടുള്ള വ്യത്യസ്ത റൂമുകൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഇഗ്നോ സ്റ്റഡി സെന്റർ ഓഫീസിലേക്കാണ് പോകേണ്ടത്. നമുക്ക് നേരെ നടന്നു കയറിയ റൈറ്റ് സൈഡിലായിട്ട് ഓഫീസ് കാണാനും സാധിക്കും. നേരെ നടന്നാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ബോർഡ് കാണാം, ഇഗ്നോ ഓഫീസ്. ഈ കാണുന്നതാണ് നമ്മുടെ സെന്റ് തോമസ് കോളേജ് പാലയിലെ ഇഗ്നോ സ്റ്റഡി സെന്റർ ഓഫീസ്. ഇഗ്നോ സ്റ്റഡി സെന്റർ ഓഫീസിന് തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കുടിവെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. അവിടെ ഒരു പ്യൂരിഫയറും അതിനടുത്ത് തന്നെ ഗ്ലാസും വെച്ചിട്ടുണ്ട്. വേണ്ടവർക്കൊക്കെ ഇവിടുന്ന് വെള്ളം കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഗ്നോ സംബന്ധിച്ച് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങൾ, എൻറോൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കോഴ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ, ഇനി അതല്ല സ്റ്റഡി സെന്റർ ആയിട്ട് സെന്റ് തോമസ് കോളേജ് പാലയിലെ വ്യത്യസ്ത അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അറിയുന്നതിനായിട്ട് ഈ ഒരു ഓഫീസിലേക്കാണ് നിങ്ങൾ വന്നെത്തിച്ചേരേണ്ടത്. മൾട്ടിപ്പിൾ ഫോൺ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. അഥവാ ആരെങ്കിലും ഓഫീസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും വിളിച്ചു ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും ലഭ്യമാണ്. റിസോഴ്സ് പേഴ്സന്റെ നമ്പറൊക്കെ കൃത്യമായിട്ട് ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെ A ബ്ലോക്കിലേക്ക് കയറുകയാണ്. A ബ്ലോക്കിലേക്ക് കയറുന്നതിന്റെ പ്രധാന ഉദ്ദേശം, A ബ്ലോക്ക് കയറി നമ്മൾ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്യാൻറ്റീനിലേക്ക് എത്താൻ സാധിക്കും. പക്ഷെ അതിന് മുന്നേ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് വ്യത്യസ്ത നോട്ടീസ് ബോർഡുകൾ കാണാൻ പറ്റും. അപ്പൊ അതിലും ഇഗ്നോന്റെ സീറ്റിംഗ് അറേഞ്ച്മെന്റും എക്സാം ഏത് ഹോളിൽ നിന്നാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. A ഹോളിലൂടെ കയറി നമ്മൾ റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ക്യാൻറ്റീൻ കാണാൻ സാധിക്കും. ക്യാൻറ്റീനും അതുപോലെ മറ്റു നമ്മൾക്ക് ആവശ്യമായുള്ള പല കാര്യങ്ങളും ഈ സൈൻ ബോർഡിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റോറിയം എവിടെയാണെന്നും ക്യാൻറ്റീൻ എവിടെയാണെന്നും ബുക്ക് സ്റ്റോൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ സൈൻ ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഒട്ടും സമയങ്ങളെ നമുക്കൊന്ന് ക്യാൻറ്റീൻ കണ്ടിട്ട് വരാം.
ക്യാൻറ്റീനിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ സ്റ്റോർ. അപ്പൊ ഇവിടെ ഫോട്ടോസ്റ്റാറ്റും അതുപോലെ പെന്ന്, പെൻസിൽ തുടങ്ങിയ നിങ്ങൾക്ക് ആവശ്യമായുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ലഭ്യമാണ്. അവിടുന്ന് ഒരു 5-10 അടി മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ക്യാൻറ്റീനിലേക്ക് എത്തി. ക്യാൻറ്റീന്റെ തൊട്ട് പുറത്ത് തന്നെ സ്റ്റുഡന്റ് അമ്യൂണിറ്റി സെന്റർ എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം ചെയ്തതിന്റെ ഒരു ഫലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളി ക്യാൻറ്റീൻ ആണ്, നല്ല വൃത്തിയുള്ള ക്യാൻറ്റീൻ ആണ്. പോരാത്തതിന് എല്ലാം റീസണബിൾ പ്രൈസ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് തുടങ്ങി ചായ, കടി തുടങ്ങിയ എല്ലാം നമുക്ക് ക്യാൻറ്റീനിൽ ലഭിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രൈസ് റീസണബിൾ ആണ് എന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പൈസ കുറച്ച് കൊടുക്കാറുണ്ട് അവർ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പുറത്ത് നമ്മളൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന അതേ പൈസ കൊടുത്ത് തന്നെ വേണം നമ്മൾ കഴിക്കാൻ. കോളേജിലേക്ക് പരീക്ഷ എഴുതാൻ വരുന്നവരെ സംബന്ധിച്ച് കോളേജിന് തൊട്ട് പുറത്തായിട്ട് മറ്റു ഹോട്ടലുകളും ഉണ്ട്. അപ്പോൾ ക്യാൻറ്റീനിൽ നിങ്ങൾക്ക് ഫുഡ് പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ കഴിച്ചപ്പോൾ നല്ല ഭക്ഷണമായിരുന്നു, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ക്യാൻറ്റീനടുത്തായിട്ട് തന്നെ വാഷ്റൂംസ് അവൈലബിൾ ആണ്. പോരാത്തതിന് കോളേജിന്റെ ഓരോ ഫ്ലോറിലും നമുക്ക് വാഷ്റൂംസ് കാണാൻ സാധിക്കും. നല്ല അടിപൊളി ഗ്രൗണ്ട് ആണ്. അവിടെ ക്രിക്കറ്റ് നെറ്റ്സും അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കാനുള്ള നല്ല സൗകര്യവും ഒക്കെ ഉണ്ട്. വലിയ ഗ്രൗണ്ട് ആണ്. പോരാത്തതിന് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഗ്രൗണ്ടിൽ നിറയെ പുല്ലൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ കോളേജിലേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയ ഒരു മഴയാണിത്. ഇടയ്ക്ക് വെച്ചൊന്ന് നിന്നു, പക്ഷെ വീണ്ടും മഴ തുടരുകയാണ്. അതുകൊണ്ട് പിന്നെ അധികം സമയം നമ്മൾ അവിടെ കളയാതെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ തിരിക്കുകയാണ്. നമ്മൾ കയറിയത് ഗേറ്റ് 1 ആണെങ്കിൽ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ഗേറ്റ് 2 അപ്പൊ നിങ്ങൾക്ക് കാണാൻ വ്യത്യസ്ത വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാലയിലേക്കും അതുപോലെ തന്നെ കോട്ടയത്തേക്കും ബസ് ലഭിക്കും. നിങ്ങൾക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അതനുസരിച്ച് നിങ്ങളുടെ ബസ് തീരുമാനിക്കാം. രണ്ടിടത്തേക്ക് പോകുന്ന ബസ്സുകൾ കോളേജിന്റെ മുന്നിൽ നിർത്തി തരുന്നതാണ്. അങ്ങനെ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ സ്റ്റഡി സെന്റർ ആയ സെന്റ് തോമസ് കോളേജ് പാല വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു. ഇഗ്നോ സ്റ്റഡി സെന്ററും അതുപോലെ നമുക്ക് ലഭ്യമായിട്ടുള്ള മറ്റു സൗകര്യങ്ങളും എന്തൊക്കെയാണെന്നും എന്തൊക്കെ സൗകര്യങ്ങൾ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരു ഇഗ്നോ സ്റ്റഡി സെന്റർ വിശേഷവുമായിട്ട് നമുക്ക് ഇഗ്നോ യാത്രയിൽ വീണ്ടും കാണാം. ബൈ ബൈ.